സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇപ്പം ഞാൻ നിൽക്കുന്നത് സൗത്ത് വൃന്ദാവൻ എന്നറിയപ്പെടുന്ന ഇസ്കോൺകാർ ചെയ്ത ഒരു ടെമ്പിളിൻ്റെ മുന്നിലാണ് കേട്ടോ. ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഭയങ്കര അതിമനോഹരമായിട്ടുണ്ട്. അതായത് വൃന്ദാവനിലെ ആംബിയൻസ് ഒക്കെ ഏകദേശം കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഒരു ഇത്. വൃന്ദാവനിൽ പോകാൻ പറ്റിയിട്ടില്ല, പക്ഷെ നമ്മൾ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ ഏകദേശം അതേ ആംബിയൻസിൽ തന്നെയുണ്ട്. ഭയങ്കര അതിമനോഹരമായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇതിലെ ഉള്ളിലത്തെ കാഴ്ചയൊക്കെ കാണിച്ചു തരാം. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് ഇസ്കോൺ, നമ്മുടെ ഇസ്കോൺകാർ കേരളത്തിൽ നമ്മുടെ തൃശ്ശൂര് ചെയ്ത ഒരു ടെമ്പിൾ ആണ് കേട്ടോ ഇത്. ഈ ടെമ്പിളിന്റെ പേര് കൊടുത്തിരിക്കുന്നത് സൗത്ത് വൃന്ദാവൻ എന്നാണ്. ശരിക്കും വൃന്ദാവനം പോലെ തന്നെയാണ് കേട്ടോ അവരതൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വൃന്ദാവനത്തിന്റെ ഏകദേശം ഒരു ആംബിയൻസ് ഒക്കെയാണ് അവർ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടാണ്, അതായത് എന്താ പറയുക, നമ്മുടെ മനസ്സിൽ ഉള്ള ഒരു ഫീലിംഗ് ഒക്കെ, അതായത് നമ്മൾ ഭയങ്കര പീസ് ആൻഡ് കാം ആക്കുന്ന രീതിയിലാണ് ഈ ഒരു ആംബിയൻസ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പുറത്തെ ഈ എൻട്രൻസ് ഡോറിനുള്ള അവർ ചെയ്ത ഡെക്കറേഷൻ വർക്ക്സും അവരുടെ ആർക്കിടെക്റ്റ് കണ്ടപ്പോൾ തന്നെ ഉള്ളിലൊന്ന് കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. അങ്ങനെ നമ്മൾ ഉള്ളിലൊക്കെ പോയി നോക്കിയപ്പോൾ അത് ആദ്യം കാണുന്നത് തന്നെ ആ കൃഷ്ണനെ ജനിച്ച പാടെ കൊണ്ടുവരുന്ന വസുദേവരുടെ കൂടെയുള്ള ആ അനന്തനെയും ഒക്കെയാണ് കേട്ടോ. ഭയങ്കര മനോഹരമായിരുന്നു. അകത്ത് ചെന്നപ്പോൾ ഒരു ഡൗട്ടായിരുന്നു, ഫോട്ടോഗ്രാഫി അലൗഡ് ആണോ അല്ലയോ എന്നൊക്കെ. പക്ഷെ അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് ആണ്. അത് കേട്ടപ്പോൾ തന്നെ നമ്മൾ അവിടുത്തെ പെർമിഷനൊക്കെ എടുത്തു. അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. വേഗം ഇതെല്ലാം ക്യാപ്ചർ ചെയ്ത് എടുത്തു കേട്ടോ. അപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അമ്പലത്തിനകത്ത് കയറുന്ന എൻട്രൻസ് ഡോറിൽ നരസിംഹമൂർത്തിയുടെ അവതാരമാണ്, ആ ഒരു രൂപമാണ് മേലെ കൊത്തി വെച്ചിരിക്കുന്നത്. പിന്നെ ദാമോദര രൂപവും ഗജേന്ദ്ര മോക്ഷവും ഒക്കെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ഇസ്കോണിലും കാണുന്ന പോലെ തന്നെ, എല്ലാ ഇസ്കോൺ ടെമ്പിൾസിലും ഉള്ള പോലെ തന്നെ 3 ഡോറായിട്ടാണ് ഭഗവാനെ ദർശനം ചെയ്തു തന്നിരിക്കുന്നത് കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ഡിസൈനൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നമുക്ക് പുരി ജഗന്നാഥ സ്വാമി ക്ഷേത്രത്തിലുള്ള പോലെ തന്നെ പുരി ജഗന്നാഥൻ, അതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് രാധാകൃഷ്ണനാട്ടോ. രാധാറാണിയെ ഇന്ന് ഭയങ്കര മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അതിന് നെക്സ്റ്റ് വാതിൽ വരുന്നതാണ് കൃഷ്ണനും ബലരാമനും കൂടെയുള്ള രൂപം. ഭയങ്കര ഭംഗിയായിട്ടുണ്ടായിരുന്നു. അതായത് മനസ്സിന് ഒരുപാട് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. പിന്നെ അതിന് നമ്മൾ ചുറ്റും വലം വെക്കുന്ന സമയത്ത് ഭഗവാന്റെ ദശാവതാരം അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, നമുക്ക് ഭക്തിയാണോ അതോ എന്താണ് വരിക? എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഭക്തിയേക്കാൾ ഉപരി ഒരു കണ്ണിന് വല്ലാത്തൊരു കുളിർമയും, അതായത് ഒരു വിഷ്വൽ ട്രീറ്റ് ടു ഐസ് എന്ന് പറയില്ലേ, ആ ഒരു രീതിയിലുള്ളൊരു കാഴ്ചയാണ് എനിക്ക് ആ ഒരു രീതിയിലുള്ളൊരു ഫീലാണ് എനിക്ക് ഈ കാഴ്ച കണ്ടപ്പോഴൊക്കെ ഉണ്ടായിരുന്നത്. ഭയങ്കര ഒരു രസം തന്നെയായിരുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ അകത്ത് കയറി തൊഴുതതിന് ശേഷം നമ്മൾ മെല്ലെ പുറത്തേക്കൊക്കെ എത്തുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൽ കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. കാരണം അവിടുത്തെ ചുറ്റുവട്ടവും എല്ലാം നോക്കി ഓരോ പില്ലേഴ്സിലും, അതായത് ഓരോ തൂണുകളിലും പോയി അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ എന്തൊക്കെ അവതാരങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, സ്കൾപ്ചേഴ്സാണ് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കി അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നമ്മൾ പോയ സമയത്ത് രാവിലെ ഒരു 10-11 മണിയോടുകൂടിയാണ് ഞങ്ങൾ എത്തിയത്. അതുകൊണ്ട് ഒട്ടും തന്നെ തിരക്കുണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രം തന്നെ ഉണ്ടായിരുന്നു. പുറത്ത് കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിമനോഹരമായിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഭഗവാന്റെ ദാമോദര രൂപം ഉണ്ടായിരുന്നു കേട്ടോ. ഉരുളിൽ കെട്ടിയ ഭഗവാനെ യശോദയും ആയിട്ടുള്ളൊരു ഇതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അവരെ. നമുക്കൊരു ഫോട്ടോ സെഷന് വേണ്ടിയിട്ടുള്ളൊരു രീതിയിലാണ് അവരത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അവിടെ വരുന്ന കുട്ടികളൊക്കെ അവിടെ ചെന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമ്മളും കയറി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. അതിനുശേഷം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ കുറച്ച് ക്യാപ്ചർ ചെയ്തു. കുറേ തണലിലൊക്കെ ഇരുന്നു. അതിന് അടുത്ത് തന്നെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ട് കേട്ടോ, വെള്ളവും ഒക്കെ കിട്ടുന്ന രീതിയിൽ. അപ്പോൾ അത് അതൊക്കെ കുടിച്ചു. പിന്നെ പുറത്തുള്ള കാഴ്ചകളെല്ലാം ആസ്വദിച്ചു കേട്ടോ. വൃന്ദാവനത്തിൽ എന്ന പോലെ തന്നെ പശുക്കൾ, നമ്മളുടെ മനസ്സിൽ വൃന്ദാവനം എന്ന് പറഞ്ഞുള്ള കാഴ്ച അങ്ങനെയൊക്കെയാണല്ലോ. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കീർത്തനമാണ് ഇത്. അപ്പോൾ അത് ഭഗവാന്റെ മുന്നിൽ വെച്ച് തന്നെ പാടി. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി. എല്ലാവർക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വീഡിയോസ് ഉണ്ടാവും. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.